ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എബ്രാം ഹോസ്ലാറിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പടം കണ്ടു. ആ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ പറയാം, പടം അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്. അപ്പം തുടക്കം എന്ന് പറഞ്ഞാല് നമ്മുടെ ജയറാമേട്ടന്റെ നമ്മൾ ട്രെയിലറിൽ തന്നെ കാണുന്ന ഒരു ഇത് തന്നെ ഫാമിലി ഇതായിട്ടുള്ള നമ്മുടെ മെമ്മറീസ് പോലെ ഒരു മോളും വൈഫിന്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ അത് നമുക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അതിൽ നിന്ന് ഒരു ശോകം അടിച്ചു നടക്കുന്ന ഒരു പോലീസ് ഓഫീസർ. അപ്പം എന്താ പറയാ, ജയറാംപേട്ടന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ്, ഇതുവരെ വരാത്ത ജയറാമാണെന്നൊക്കെയാണ് മിഥുൻ മാനുവൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏകദേശം ശരിയാണ്. പക്ഷെ എനിക്ക് ആ ഒരു ജയറാംപേട്ടനെ കണ്ടപ്പോൾ മെമ്മറീസിലെ പൃഥ്വിരാജിനെ ഓർമ്മ വന്നു തുടക്കം. പിന്നെ നടത്തും പ്രേം നസീറിന്റെ ഒരു നസീറിനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെയാണ് പടത്തിന്റെ ഒരു പോകുന്നത്. പിന്നീട് കുറച്ച് മർഡറും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കഥയില് വേറെ രീതിയിലോട്ട് കഥ അങ്ങ് പോകും. അപ്പം ഒരു കൊല കഴിഞ്ഞാൽ അടുത്ത കൊല, അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത കൊല, അങ്ങനെ അങ്ങനെ കൊലയോടെ കൊല. അതാണ് ഒരു ഫസ്റ്റ് ഹാഫ് വരെ. ഫസ്റ്റ് ഹാഫ് നമ്മൾ ഇവര് ഇന്റർവ്യൂ പറഞ്ഞ പോലെ ട്വിസ്റ്റിൽ എന്താ പറയണ്ടേ, ഫൈറ്റും കാര്യങ്ങളും ഒരു ഷൂട്ടില്ല, അങ്ങനൊന്നും അല്ല. അത് കാണുമ്പോൾ മനസ്സിലാവും ഒരു ഇന്റർവെല്ലിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതൊരു പക്ക ഇതായിട്ടായിരുന്നു ഒരു ഫസ്റ്റ് ഹാഫ് പോയിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് കണ്ടിരിക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ഹാഫിന്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ മെയിൻ കഥാപാത്രങ്ങൾ നമ്മുടെ ജഗദീഷൊക്കെ സെക്കൻഡ് പാർട്ടിലോട്ടൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ പറയാ, അപ്പുക്കുട്ടൻ എന്താ പറയണ്ടത്, നമ്മുടെ അപ്പുക്കുട്ടനൊന്നും അല്ല ഇതിനകത്ത്, വേറൊരു ജഗദീഷ് തന്നെ. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ എന്ന് നമുക്ക് വിചാരിക്കും. ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹമാണെങ്കിലും. പിന്നെ നമ്മുടെ തൈജു കുറുപ്പ് നല്ല ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമ്മൾ ഈ അടുത്ത സമയത്ത് അയാളുടെ മൊത്തം കൊമേഡിയൻ ആയിട്ടുള്ള ഇതൊക്കെയാണ് ഉണ്ടാകും, പക്ഷെ ഇതിനകത്തൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ. പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളത് പിന്നെ അർജുൻ അശോകൻ, പുള്ളിയെ തുടക്കം കാണിക്കും പിന്നെ ഒടുക്കുവാണ്. അത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അനശ്വര രാജൻ ഒരു പാസ്റ്റ് പറയുന്നുണ്ട്, അതിലെ ഒരു മെയിൻ ലീഡായിട്ട് ആ കുട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അനൂപ് മേനോൻ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാ പടത്തിലും ഒരു മെയിൻ ഒരു ഇന്ത്യ കൊടുക്കാൻ വരത്തില്ലേ, അത് തന്നെ ഈ പടത്തിലും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ പണ്ട് ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞിട്ടുള്ള പോലെ പുള്ളി വന്നിട്ട് എന്താ പറയണ്ടേ, പൂന്ത് വിളയാടിയോന്ന് ചോദിച്ചാൽ അത്യാവശ്യം. പക്ഷെ ജയറാമിന്റെ കൊടുക്കേണ്ടടുത്ത് ജയറാമിന് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ പടം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോറി ഇതുവരെ ഒരു എന്താ പറയണ്ടേ, ഫസ്റ്റിൽ ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്, പിന്നെ കഥ വേറെ ഒരു സ്റ്റോറിയിലോട്ടാണ് പോകുന്നത്. അപ്പം ഇതിന്റെ ക്ലൈമാക്സിൽ നമുക്കൊരു ഇന്ത്യ വരുന്നുണ്ട് സെക്കൻഡ് പാർട്ടിന്റെ. അപ്പൊ നിങ്ങൾ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ആൾക്കാരും പിന്നെന്താ പറയണ്ടേ, ഗസ്റ്റ് റോളിന്റെ കാര്യങ്ങളൊക്കെ കുറെ സംസാരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹമൊക്കെ എങ്ങനെ ഉണ്ടെന്നും ഒക്കെ ഈ പടം നിങ്ങൾ കാണും. എന്തായാലും കാണാൻ പറ്റിയൊരു പടമാണ്. ജയറാമേട്ടന്റെ 50 കോടി പടം തന്നെ, അത് കൺഫേം. 50-75 കോടി കയറിയിരിക്കും, 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് പോയി പടം കാണുക. ബൈ.